ഹലോ, ദാ ഇതുപോലത്തെ ഒരു മീൻകറി കണ്ടു കഴിഞ്ഞാൽ ആരുടെ വായിലാ കപ്പലോടാത്തെ. അപ്പോൾ അതുപോലത്തെ ഒരു മീൻകറി റെഡിയാക്കിയാലോ. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകും ഉലുവയിട്ട് പൊട്ടിക്കുക. ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഒരു സവാളയും കൂടി ചേർക്കാം കേട്ടോ. ഞാനിവിടെ സവാള ചേർത്തിട്ടുള്ളത്, നിങ്ങൾക്ക് കുഞ്ഞുള്ളി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അതിനുശേഷം 2 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം എരിവിനായിട്ടുള്ള മുളക് പൊടി ചേർക്കുക, മഞ്ഞൾപ്പൊടി ചേർക്കുക, നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് നന്നായി വഴന്നു വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അതിലേക്ക് ഒരു തക്കാളി മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചതും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ. ഉപ്പും ചേർത്ത് വെളിച്ചെണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വരുന്നവരെ നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കുക. ശേഷം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള കുടംപുളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് മൂടി വെച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക കേട്ടോ. വെള്ളമൊക്കെ നന്നായി വെട്ടി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീനും ചേർത്തിട്ട് നൈസായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഇപ്പോഴാണ് സ്പൂൺ വെച്ചിട്ട് ഇളക്കാൻ പറ്റുള്ളൂ. അത് കാരണം നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം തുറന്നിട്ട് ചെറുതായിട്ടൊന്ന് മീനൊന്നും പൊടിഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒന്നുകൂടി ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അതിനുശേഷം തുറന്നിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ലാസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഉലുവ നമ്മൾ ഓൾറെഡി ചേർത്തതാണ്. ഇതൊരു അഡീഷണൽ ടേസ്റ്റ് മേക്കറാണ്. നല്ല അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.